അർച്ചന ഇങ്ങനെ ലീവ് എടുത്ത് വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആഗ്രഹിച്ചു കിട്ടിയ ജോലി വേണ്ടെന്ന് വെക്കുന്നത് മണ്ടത്തരമാണ്. ഞാൻ ജോലിക്ക് പോവാൻ സാർ. വീണ്ടും സുധി വന്ന നേരിടാനും തയ്യാറാണ്. പക്ഷേ നിരഞ്ജനയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ സാറിന് ഇപ്പോഴും കഴിയുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഉറപ്പ് തരാനും അത് പാലിക്കാനും സാറിന് കഴിയുമെങ്കിൽ നാളെ മുതൽ ഞാൻ ബാങ്കിലേക്ക് പോകും. ഒരു കാര്യത്തിൽ ഞാൻ അർച്ചനയ്ക്ക് ഉറപ്പ് തരാം. ഞാൻ അറിയാതെ നിരഞ്ജന അർച്ചനയെ കാണാൻ വരില്ല. അവൾ ഓരോ കാര്യവും അപ്പൊ എന്നെ വിളിച്ച് പറയുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള അടുപ്പം നിരഞ്ജന അറിയാത്ത കാലത്തോളം എന്നിൽ നിന്ന് അവൾ ഒന്നും മറച്ചുവെക്കില്ല. അർച്ചന പത്തനംതിട്ടയിലുള്ള കാര്യം അവള് മനസ്സിലാക്കിയ ഉടൻ എന്നെ വിളിച്ച് പറഞ്ഞില്ലേ. അർച്ചന വിശ്വസിക്കണം, സ്നേഹ നിരഞ്ജനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അർച്ചനയെക്കുറിച്ച് വിവരം കിട്ടി ഇങ്ങോട്ട് വരാൻ തയ്യാറായാലും നിരഞ്ജന കൂട്ടിന് വിളിക്കുന്നത് സ്നേഹയെ തന്നെ ആയിരിക്കും. അത് നമുക്കൊരു ബലമാ. അർച്ചന വീട്ടിലിരുന്നാൽ തന്നെ ബാങ്കിലെത്താൻ നിരഞ്ജനയ്ക്ക് കഴിയുമെങ്കിൽ അവൾ ഇവിടെയും കണ്ടുപിടിച്ചു വരും. നിരഞ്ജന ഇങ്ങോട്ട് വന്നാ ഞാൻ അവളുടെ മുന്നിലേക്ക് ഇറങ്ങി വരാതിരുന്നാ പോരെ? അതുപോലെയാണോ ബാങ്ക്? അവള് ബാങ്കിലേക്ക് കയറി വന്നാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നാറിൽ നിരഞ്ജനയ്ക്കൊപ്പം ആൾമാറാട്ടം നടത്തി ജീവിച്ച ദിവസങ്ങളാ ഇപ്പൊ എന്റെ ഉറക്കം കെടുത്തുന്നത്. ഞാൻ അവളെ ചതിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. നിരഞ്ജനയുടെ കുഞ്ഞിന്റെ അമ്മ ഞാനാണെന്ന് അവൾ അറിയുന്ന നിലയ്ക്ക് പിന്നെയുള്ള പിടിവലി കുഞ്ഞിനു വേണ്ടിയാണ്. അങ്ങനൊരു സാഹചര്യം ഉണ്ടായ എനിക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല. സാറപ്പ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്നാ എനിക്കറിയേണ്ടത്. നിരഞ്ജന സ്നേഹമേടത്തിന്റെ ആത്മസുഹൃത്താണ്. നമ്മൾ തമ്മിലുള്ള അടുപ്പം തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലേ ആയിട്ടുള്ളൂ. അർച്ചനയുടെ സ്വരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഫൈറ്റിന് അർച്ചനയും തയ്യാറെടുക്കുന്നു. എനിക്കിത് ഫൈറ്റല്ല സാർ, എന്റെ കുഞ്ഞിനെ തിരിച്ചു പിടിക്കലാണ്. ഞാനത് ചെയ്തില്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവതിയായ അമ്മ ഞാനായിപ്പോ. ഒഴിഞ്ഞു മാറുന്നതും ഒളിച്ചോടുന്നതും എല്ലാം അതുകൊണ്ടാണ്. ഞങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ അർച്ചന ജോലിക്ക് പോവാൻ നോക്കണം. എന്നാ നമുക്കിറങ്ങാം ഫൈസി. അർച്ചന ശരിക്കും ഒന്ന് ആലോചിക്കുക, എന്നിട്ടൊരു തീരുമാനം എടുക്കുക. പോട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ ഇത്രയും ദിവസം അവൻ കാത്തിരിക്കാൻ കാരണം എന്താണെന്ന്? അവളുടെ മുന്നിൽ ചെല്ലാതെ ഫോണിലൂടെ സൗഹൃദം പുതുക്കിയെടുക്കാൻ അവൻ നോക്കിയത്. അവൾ ഒഴിഞ്ഞു മാറിയപ്പോ അവൻ ബാങ്കിലും ചെന്നു. സുധി വരുന്നെന്ന് കേട്ട് അവൾ ലോങ് ലീവ് എടുത്ത് മാറി നിൽക്കേണ്ട കാരണം എന്താണെന്ന് ജയന്തിക്ക് മനസ്സിലായി. സുധിയുടെ മുന്നിലേക്ക് പോവില്ലെന്ന് അവൾ എനിക്ക് തന്ന വാക്ക് പാലിച്ചതാ. വിശ്വേട്ടന്റെ ആ ഊഹം ശരിയല്ല. അവള് സുധിയുടെ മുന്നിൽ പോവില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. സുധി അർച്ചനയുടെ മുന്നിൽ ചെന്ന അവക്ക് എന്തു ചെയ്യാനാവും? മൂന്നാറിൽ വെച്ച് സുധി എത്തിയെന്നറിഞ്ഞ് അവള് കുഞ്ഞിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. അതിനൊരു കാരണമുണ്ടെന്ന് പറയാം. ഇവിടെ സുധി ബാങ്കിലേക്കൊന്ന് വിളിച്ചതേ ഉള്ളൂ. അവൾ ലീവ് എടുത്ത് സ്ഥലം വിട്ടു. അവളുടെ മനസ്സിൽ സുധിയില്ലെന്ന് പറയുന്നതൊക്കെ നമ്മളെ വിശ്വസിപ്പിക്കാനുള്ള പച്ചക്കള്ളോ. അവളിപ്പോഴും സുധിയെ സ്നേഹിക്കുന്നു. ആഴത്തിലുള്ള സ്നേഹം അത്. തന്റെ കുഞ്ഞിനെ സുധിക്ക് വിട്ടുകൊടുത്തതും ഒരു വിവാഹ ജീവിതത്തിന് തയ്യാറാവാതെ അവൾ ജീവിച്ചതും അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. അർച്ചന ഒരിക്കലും ഇത് പ്രകടിപ്പിക്കില്ല. പക്ഷേ സുധിയുടെ സ്വഭാവം നേരെ തിരിച്ചാണ്. കുഞ്ഞിനെ അബോർട്ട് ചെയ്തെന്നാണ് അർച്ചന ശബരിയോട് പറഞ്ഞത്. അത് വിശ്വസിച്ച സുധി അവളെ കാണാൻ പോകാൻ മടിച്ചത്. അതാ ഞാനും പറയുന്നത്. കുഞ്ഞിനെക്കുറിച്ച് സുധിക്കറിയാമായിരുന്നെങ്കിൽ അർച്ചന അവനെ നേരിടാൻ ബുദ്ധിമുട്ട് കാണിച്ചേനെ. ഇവിടെ അതും അവൾക്കൊരു വിഷയമല്ല. എന്നിട്ടും അവൾ ഓടി രക്ഷപ്പെടാനാ ശ്രമിക്കുന്നത്.
ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സുധി അർച്ചനയുടെ മുന്നിൽ ചെന്ന ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് അർച്ചനയായിരിക്കും. അവൾക്ക് സുധിയെ നേരിടാനുള്ള കരുത്തില്ല. അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവൾ പൊട്ടിക്കരഞ്ഞു പോകും. അതൊക്കെ ഭയന്ന അർച്ചന വാടക വീട്ടിൽ പോലും നിൽക്കാതെ റോസ്മലയിലേക്ക് ഓടിയത്. സുധിക്ക് അവിടെ ചെല്ലാൻ കഴിയില്ല എന്നൊക്കെ അവൾക്കറിയാം. എത്ര കാലം ഇങ്ങനെ ഒരു ഒളിച്ചുകളി തുടരാൻ അവൾക്ക് പറ്റും? താൽക്കാലികമായൊരു രക്ഷപ്പെടൽ, അതായിരിക്കും അവൾ ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവുക. സുധി അവളെ നിരന്തരം പിന്തുടരാനാണ് ഭാവമെങ്കിൽ അർച്ചന എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയെന്നും വരും. ജയന്തി, അതെ, അർച്ചനയെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവളുടെ ഓരോ നോട്ടത്തിന്റെയും വാക്കിന്റെയും അർത്ഥം വരെ എനിക്കറിയാം. അവളെ മരുമകളായി ഞാൻ മോഹിച്ചു പോകുന്നതിന്റെ കാരണം തന്നെ അതാ. മോഹിക്കുന്ന എന്തിന്? അർച്ചന നമുക്ക് മരുമകൾ തന്നെയല്ലേ? അത് അവൾക്കും അറിയാം. പക്ഷേ അതൊരു സങ്കല്പം മാത്രമായി കൊണ്ടുപോകാനേ നമുക്ക് കഴിയൂ. ഞാൻ എന്തിനതൊരു സങ്കല്പമായി കരുതണം? ചിലതൊക്കെ ഞാനും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വീർപ്പുമുട്ടലിൽപ്പെട്ട് അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല വിശ്വട്ടാ. അർച്ചനയുടെ ലീവ് ഇതുവരെയും കഴിഞ്ഞില്ലേ? നിങ്ങളെ പേടിച്ച് പിന്നെയും ലീവ് നീട്ടി. എന്നെ പേടിച്ച് ലീവ് എടുത്തുന്നു? എന്തിന്? നിങ്ങളോട് അവൾ അങ്ങനെ പറഞ്ഞോ? അവള് പറയാതെ ഞാനെങ്ങനെ അറിയാനാ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന വിവരം അർച്ചനയെ അറിയിച്ചപ്പോഴാ ശരിക്കുള്ള വില്ലൻ നിങ്ങളാണെന്ന് മനസ്സിലായത്. അവള് പറഞ്ഞോ അവളുടെ ജീവിതത്തിലെ വില്ലൻ ഞാനാണെന്ന്? എങ്കിലും എനിക്കത് അറിയണം. ഇനി അതവള് പ്രത്യേകിച്ച് പറയണോ? അർച്ചനയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ പേടിച്ച് ലോങ് ലീവ് എടുത്തൊരു പെൺകുട്ടി ഇവിടുന്ന് പോണമെങ്കിൽ നിങ്ങൾ അവളുടെ ജീവിതത്തിലെ വില്ലനല്ലാതെ വേറെ ആരാ? ഞാനും ഈ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ആളാ. എന്നെ പേടിച്ചിട്ടാണ് അർച്ചന പോയതെന്ന് നിങ്ങൾ പറയുന്നു. എങ്കിൽ അതിന്റെ കാരണം കൂടി നിങ്ങൾ ചോദിച്ചറിയാതിരിക്കോ? അവൾ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് കൂടി നിങ്ങൾ പറ. നിങ്ങളത് പറഞ്ഞേ തീരൂ. കാരണം ഞാൻ അവിടെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരുവനാണെന്ന് നിങ്ങൾ പറഞ്ഞു വെച്ചു. ഒന്നും അറിയാതെ എന്നെക്കുറിച്ച് അത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്താൻ നിങ്ങൾ ധൈര്യപ്പെടില്ല. എന്താ അവൾ എന്നെക്കുറിച്ച് പറഞ്ഞത്? നിങ്ങളത് പറഞ്ഞേ പറ്റൂ. എനിക്കത് അറിയണം. മിസ്റ്റർ സുധി, നിങ്ങളൊന്ന് പുറത്തേക്ക് വരൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനൊന്നും വന്നതല്ല. നിങ്ങളൊന്ന് വരൂ. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നിങ്ങളോട് ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. എത്ര ദിവസം അർച്ചനയ്ക്ക് ലീവുണ്ട്? എനിക്കതറിയില്ല. പ്ലീസ് നിങ്ങൾ വരൂ. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇവിടുത്തെ ജോലികൾ നടക്കട്ടെ. ഇപ്പോൾ വരാം. വെറുതെ അല്ല അവൾ ഇയാളെ ഭയപ്പെടുന്നത്. എൻ്റെ പേര് രാജീവൻ എന്നാ. അതിന് ഞാൻ നിങ്ങളുടെ പേരൊന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ലല്ലോ. ഇത് പിന്നെ ബുദ്ധിമുട്ടല്ലാതെ വേറെന്താ? തിരക്കുള്ള സമയത്ത് ബാങ്കിലേക്ക് വിളിച്ച് ഒരു ലേഡി സ്റ്റാഫിനെ ആവശ്യപ്പെടുക, ഫോൺ എടുക്കുന്നവരോട് തട്ടിക്കയറുക, പിന്നീട് ബാങ്കിലേക്ക് അന്വേഷിച്ച് കയറി വരിക. ഇതൊക്കെയല്ലേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊരു ബാങ്ക് എംപ്ലോയി അല്ലേ? ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? ഞാൻ നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയോ? ഞാൻ വന്നത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാനാ. ബാങ്കിലുള്ള ഒരാളെ കാണാൻ പുറത്തുനിന്ന് ഒരാൾ വന്നുകൂടാന്ന് നിയമമൊന്നുമില്ലല്ലോ. വരാം, പക്ഷേ അതിൻ്റേതായ ചില മര്യാദകളുണ്ട്. ഒരു പെൺകുട്ടിയുടെ സ്വൈരജീവിതം ഇല്ലാതാക്കാനാണ് നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. നിങ്ങളെപ്പറ്റി എല്ലാ കാര്യങ്ങളും അർച്ചന ഞങ്ങളോട് പറഞ്ഞു. നിങ്ങൾ വിവാഹിതനാണ്, ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമാണ്. ഭാര്യ അഡ്വക്കേറ്റാണെന്നാണ് കേട്ടത്.
എന്നിട്ടും നിങ്ങൾ എന്തിനാ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് അവളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ? ഞാൻ ആരും ആയിക്കോട്ടെ, ഞങ്ങളുടെ ബാങ്കിലെ സ്റ്റാഫിനൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇടപെടും. നിങ്ങളെ പേടിച്ച് അർച്ചനയ്ക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കാനൊന്നും പറ്റില്ല. അവൾക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾ ഇനി അർച്ചനയെ ഈ ബാങ്കിലേക്ക് വിളിക്കുകയോ ഇവിടെ വരികയോ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ നീ എന്ത് ചെയ്യൂടാ? ഞങ്ങള് നിയമ നടപടി സ്വീകരിക്കും. ഷർട്ടിൽ നിന്ന് കൈയെടുക്ക്. വിടാൻ ഇല്ലെങ്കിൽ നീ എന്ത് വിടാനാ പറഞ്ഞത്? എടോ, നിന്നെ ഞാൻ വേണ്ട. നീ എന്നെ എന്ത് ചെയ്യുന്നടാ? എന്ത് നിയമ നടപടിയാ നീ എനിക്കെതിരെ സ്വീകരിക്കാൻ പോകുന്നത്? SP യുടെ മോനാണെന്ന് അഹങ്കാരം ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. സുധിക്ക് ഒരു SP യുടെ പിന്തുണ വേണ്ടടാ. അർച്ചന സുധിയുടെ പെണ്ണാ. സുധിക്ക് അർച്ചന ആരാണെന്ന് അറിയണമെങ്കിലേ അവളെ വിളിച്ച് നീയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. ആരാ നിങ്ങള്? മാറി നിൽക്കാൻ കൊണ്ട് ശ്ശടാ, അർച്ചന. നിങ്ങൾ എവിടേക്കായി പോകുന്നത്? അർച്ചന, നിങ്ങൾ അർച്ചന ഒന്ന് വിളിക്കേ. ഇത്ര സ്വാതന്ത്ര്യത്തോടെ അർച്ചനെ വിളിക്കാൻ പറയാൻ നിങ്ങൾ അവളുടെ ആരാ? അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ. അതിൽ കൂടുതൽ എന്ത് അധികാരം വേണം? അപ്പോ സുധി സാറാണോ? ഞാൻ അവളുടെ ആരാണെന്ന് നിങ്ങൾക്കറിയാല്ലേ? എന്നാ അവളെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിക്കേ. അത് പിന്നെ മോൾ ഇവിടെ ഇല്ല സാറേ. ബാങ്കിലേക്ക് പോയെന്നാണ് നിങ്ങൾ പറയാൻ വരുന്നെങ്കിൽ അതെന്റെ അടുത്ത് വേണ്ട. ഞാൻ അവിടെ പോയിട്ടാ വരുന്നത്. മോള് ലീവിലാ സാറേ. നിങ്ങളാരാ? ഇവിടുത്തെ സെർവന്റ് ആണോ? എങ്കിലും അർച്ചനോട് ചെന്ന് പറയേ ഞാൻ വന്നെന്ന്. ലീവ് എടുത്ത് കുറച്ച് ദിവസം മോൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ റോസ്മലിലെ വീട്ടിലേക്ക് പോയി. മുഖത്ത് നോക്കി കള്ളം പറയുന്നു. ഞാൻ വന്നിറങ്ങുന്നത് മുകളിൽ നിന്ന് അവൾ കണ്ടിട്ടുണ്ടാവും. മുറിക്കുള്ളിൽ ഒളിച്ചിരുന്നിട്ട് ഇവിടെ ഇല്ലാന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് അവളല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാ സാറേ. മോള് രാവിലെയാ റോസ്മലിലെ വീട്ടിലേക്ക് പോയത്. എന്നാ ഇറങ്ങി വരാൻ അവൾക്ക് മടിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാം. അർച്ചന, 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 നീ എവിടെയാ? അർച്ചന, 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 അർച്ചന. ഞാൻ പറഞ്ഞത് കള്ളമല്ല സാറേ. ഇന്നലെ വരെ ലീവ് എടുത്ത് മോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സാർ ഇവിടേക്ക് വരുമെന്ന് പേടിച്ചിട്ടാ സത്യത്തിൽ അവൾ റോസ്മലയിലേക്ക് പോയത്. അവൾ എന്നെ പേടിക്കേണ്ട കാര്യം എന്താ? സാർ മോളെ കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞ നിമിഷം മുതൽ സ്വസ്ഥത എന്തെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞ ഉറക്കം പോലുമില്ല. സാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. അനുസരിക്കണ്ടേ? നിങ്ങളോട് വന്നിട്ട് എത്ര കാലമായി? റോസ്മലയിൽ വെച്ച് എനിക്ക് മോളെ അറിയാം. എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെയാ മോള് കരുതുന്നത്. സാറിന്റെ മുന്നിലേക്ക് അർച്ചന വരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം. മോളുടെ മനസ്സിൽ സാറല്ലാതെ ഈ ജന്മം മറ്റൊരു പുരുഷന് സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവൾ അതൊന്നും ആരോടും പ്രകടിപ്പിക്കില്ല. സ്വയം ഉമിത്തിയിൽ എന്ന പോലെ നീറി നീറി പിടയാ പാവം. സാറിനെ സ്നേഹിച്ചു പോയ കുറ്റത്തിന് ആ പാവം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ജോലി കിട്ടിയതിന് ശേഷമാ അവള് സ്വസ്ഥത എന്തെന്നറിഞ്ഞത്. വേദനകൾ മറന്ന് ജീവിച്ചു തുടങ്ങിയപ്പോഴാ സാറ് വീണ്ടും വന്നത്. നിങ്ങൾ ഒരുമിച്ചൊരു ജീവിതം ഇനി ഉണ്ടാകില്ലെങ്കിൽ അവൾക്ക് കുറച്ച് സമാധാനം കൊടുക്കാൻ സാറിന് മാത്രമേ കഴിയൂ. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിച്ചു കാണാനാണ്. പക്ഷേ വിധി അത് അനുവദിക്കുന്നില്ലല്ലോ.
അവളോട് സ്നേഹമുണ്ടെങ്കിൽ സാർ ഇനി അവളെ വേദനിപ്പിക്കരുത്. ഇത്രയും 50 രൂപ. അച്ചുവേച്ചി, മോളെ സുഖല്ലേ? ഇന്നലെ വിളിച്ചപ്പോഴും അച്ചുവേച്ചി വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. മനസ്സിനൊട്ടും സുഖമില്ല മോളെ. കുറച്ചു ദിവസം നിങ്ങളോടൊപ്പം കഴിയാന്ന് കരുതി വന്നതാ. സുധി സാർ പിന്നീട് ബാങ്കിൽ വന്നോ? അതിനുശേഷം ഇതുവരെ വന്നില്ല മോളെ. മോളെ, കുഞ്ഞമ്മേ, നിന്നെ കാണണമെന്ന് കുറച്ച് ദിവസമായി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. അതല്ല ഞാൻ കുഞ്ഞമ്മയെ കാണാൻ ഓടി ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരു അറിയിപ്പുമില്ലാതെ പെട്ടെന്ന് മോൾ ഇങ്ങോട്ട് വരാൻ വല്ല കാര്യമുണ്ടോ? ഇല്ല ഇറ്റപ്പ, ഞാൻ പേടിച്ച പോലൊന്നും ഇതുവരെയും സംഭവിച്ചില്ല. ബാങ്കിലേക്ക് വിളിക്കുന്നതല്ലാതെ സുധി ഇതുവരെ കാണാനൊന്നും വന്നിട്ടില്ല. നീ ഇങ്ങോട്ട് വരുന്ന കാര്യം അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നിന്നെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ലായിരുന്നു. ചെവള ജയിൽ ചാടിയെന്ന് കേട്ടെങ്കിലും ഇതുവരെ അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവൻ ഇങ്ങോട്ട് വരുമെന്ന് തന്നെയാ നാട്ടുകാരും പോലീസും ഒക്കെ പറയുന്നത്. ഈ സമയത്ത് മോളിവിടെ വന്ന് നിൽക്കുന്നത് ആപത്താ. എന്റെ വിഷമങ്ങളൊക്കെ മറക്കാൻ കഴിയുമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ചുവേച്ചി കുറച്ചു ദിവസത്തേക്ക് ലീവ് എടുത്താണോ വന്നത്? അതെ മോളെ. എന്തായാലും മോള് ചെന്ന് ഡ്രസ്സൊക്കെ മാറ്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ അച്ചുവേച്ചി. ദൈവമേ, അവൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നി ഈ സമയത്തായിരിക്കോ നീ ചെവള കയറി വരുന്നത്? ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. രാജീവൻ സാറേ, എന്തെങ്കിലും പറ്റൂ രാജീവൻ സാറേ? ഇല്ല. എങ്കിലും പെട്ടെന്നുള്ള അറ്റാക്കായിരുന്നില്ലേ? അയാൾ പിടിച്ചു കൊള്ളുന്നല്ല സൂചനയും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കരുതലോടെ നിന്നേനെ. രാജീവൻ സാറ് കയറി ഇടപെട്ടത് അയാൾക്ക് അത്ര രസിച്ചില്ല. എനിക്കത് മനസ്സിലായി. അർച്ചനയുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ പാടില്ലെന്ന ചിന്ത അയാൾക്ക്. അയാൾ തീരെ സംസ്കാരമില്ലാത്തവനാ. എന്താണ് പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ അയാൾക്ക് തന്നെ അറിയില്ല. അയാൾ അതേപ്പറ്റി ബോധവാനല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജീവൻ സാറ് പറയുന്നത് ശരിയാ. നമ്മളെപ്പോലെ ഒരു ബാങ്ക് എംപ്ലോയി ആണെന്ന ചിന്ത പോലും അയാൾക്കില്ല. ശരിക്കും അർച്ചന അയാളെ പേടിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അയാളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം തന്നെ അതിന് കാരണം. ഇഷ്ടപ്പെട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാവും അയാളുടെ ശരിക്കുള്ള മുഖം അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുക. അതെ, അയാളുടെ പെരുമാറ്റം ഒരു പെണ്ണിനെ സഹിക്കാൻ കഴിയാത്തതാവും. അതായിരിക്കും അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചതും. കാമുകനിൽ നിന്ന് രക്ഷപ്പെട്ടു പോണമെങ്കിൽ അതല്ലാതെ മറ്റെന്താ? ഇത്തരം മനസ്സുള്ള കുറേ പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് ഉള്ളവരാ. ബാങ്കിൽ വന്നു കയറി എന്നെ തള്ളി വീഴ്ത്തണമെങ്കിൽ അയാൾ ഏത് തരക്കാരനാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരാളിൻ്റെ കയ്യിൽ നിന്ന് അർച്ചനയെപ്പോലുള്ളൊരു പെൺകുട്ടിയെ അത്ര എളുപ്പമൊന്നും രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്ന് തോന്നില്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടും കാര്യമില്ല. ഒരു SP-യുടെ മകനയാള്. അതിന്റെ അഹങ്കാരം അയാൾക്കുണ്ട്. ഒരു കല്യാണത്തിലൂടെ മാത്രമേ അർച്ചനയ്ക്ക് അയാളുടെ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അർച്ചന അതിനെയും പേടിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ അയാളുടെ പക കൂടുമെന്നുള്ള പേടി. എനിക്ക് തോന്നുന്നത് വിവാഹത്തിൽ നിന്നും അർച്ചന ഒഴിഞ്ഞു മാറുന്നത് അതോർത്തിട്ടായിരിക്കുമെന്ന്. അച്ചുവേച്ചി, ഇവിടെ വന്നിരിക്കായിരുന്നു. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നും മോളെ. പിന്നെ അച്ചുവേച്ചി സുധിസാരും തമ്മിലുള്ള അടുപ്പം ബാങ്കിൽ ആരെങ്കിലും അറിഞ്ഞോ? ശബരി വന്നപ്പോ തന്നെ
അവിടെ എല്ലാവരും സംശയിച്ചു തുടങ്ങിയതാ. രാജീവൻ സാറിന്റെ പ്രപ്പോസൽ കൂടിയായപ്പോൾ എനിക്കത് അയാളോട് പറയേണ്ടി വന്നു. ആരും ബുദ്ധിയില്ലാത്തവരൊന്നും അല്ലല്ലോ. സുധിയുടെ വരവോടെ കാര്യങ്ങളൊക്കെ അവര് മനസ്സിലാക്കി. അച്ചുവേച്ചി സുധി സാറിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കേണ്ടതായിരുന്നു. ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ പിന്നീട് സുധി സാറിന്റെ ശല്യം ഉണ്ടാവില്ലായിരുന്നു. അച്ചുവേച്ചി മുന്നിലേക്ക് ചെല്ലാതെ മാറി നിന്നോണ്ടല്ലേ വീണ്ടും സുധി സാർ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്. നീ കരുതുന്ന പോലെ സുധിയെ അത്ര എളുപ്പത്തിലൊന്നും ഒഴിവാക്കി വിടാൻ എനിക്ക് പറ്റില്ല മോളെ. സുധിയും നിരഞ്ജനയും തമ്മിലുള്ള ബന്ധം വെറും സൗഹൃദം മാത്രമാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവരിതുവരെയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുകയാണവർ. സുധി എന്നെ കാണാൻ വരുന്നത് പരിചയം പുതുക്കാനോ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ അല്ല, എന്നോടൊപ്പം ജീവിക്കാനാ.